നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായി രണ്ടാം ദിവസവും നേരിയ ഭൂചലനം. ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനമുണ്ടായത് പുലർച്ചെ 3:55. ഏതാനും സെക്കൻഡുകൾ നീണ്ടുനിന്ന ചലനം തീവ്രത രേഖപ്പെടുത്താത്തത്. പ്രഭവ കേന്ദ്രം തൃശൂരിൽ നിന്ന് 18 കിലോമീറ്റർ വടക്കുമാറിയെന്ന് പ്രാഥമിക നിഗമനം. ആശങ്ക വേണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ താൽക്കാലിക പ്രസിഡന്റായി VK ശ്രീകണ്ഠൻ MP ചുമതലയേറ്റു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ആത്മാർത്ഥമായി നിർവഹിക്കുമെന്ന് ശ്രീകണ്ഠൻ. ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF വിജയിക്കും. തൃശൂരിലെ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും VK ശ്രീകണ്ഠൻ MP. പരുതൂരിൽ വാഹന പരിശോധനയ്ക്കിടെ തൃത്താല ഗ്രേഡ് SIയെ ഇടിച്ചു തെറിപ്പിച്ച് കാർ ഓടിച്ചിരുന്ന 19-കാരൻ പോലീസ് കസ്റ്റഡിയിൽ. ഒളിവിലായിരുന്ന പ്രതിയെ തൃത്താല പോലീസ് പിടികൂടിയത് ഞായറാഴ്ച ഉച്ചയോടെ. ഗുരുതര പരിക്കുകളോടെ തൃത്താല SI ശശികുമാർ കുന്നംകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച ചാവക്കാട് സ്വദേശി ബിനോയുടെ വീട് മന്ത്രി കെ രാജൻ സന്ദർശിച്ചു. കുവൈറ്റിലെ 5 ആശുപത്രികളിലായി 15 മലയാളികൾ ചികിത്സയിലുണ്ടെന്ന് മന്ത്രി. എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ കൃത്യമായി അന്വേഷിക്കുന്നുണ്ടെന്നും മന്ത്രി കെ രാജൻ. പാലക്കാട് കുളപ്പള്ളി പാതയിൽ പറളി റെയിൽവേ മേൽപ്പാലത്തിനു സമീപം റോഡിലെ നവീകരണ പ്രവൃത്തിയിൽ അപാകതയെന്ന് ആക്ഷേപം. പ്രവൃത്തിയിലെ പാളിച്ചയ്ക്കെതിരെ പ്രതിഷേധവുമായി പൊതുപ്രവർത്തകരും നാട്ടുകാരും. പ്രതിഷേധം ശക്തമായതോടെ അപാകതകൾ പരിഹരിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ ഇടപെടൽ. ജലസമൃദ്ധിയിൽ അനങ്ങനടിയിലെ പ്ലാക്കാട്ടുകുളം. നവീകരണം അവസാന ഘട്ടത്തിലായ പൊതുകുളം കാണാനും കുളിക്കാനുമായി നിത്യേന എത്തുന്നത് 1000-ഓളം പേർ. 1.25 ഏക്കർ വിസ്തൃതിയുള്ള കുളം നവീകരിച്ചത് സംസ്ഥാന സർക്കാർ അനുവദിച്ച 1 കോടി രൂപ ചിലവിൽ. P മമ്മിക്കുട്ടി MLA കുളം സന്ദർശിച്ച് പ്രവൃത്തി വിലയിരുത്തി. കുളത്തിന്റെ തുടർന്നുള്ള സംരക്ഷണം നാട്ടുകാരുടെ കടമയെന്ന് MLA. ത്യാഗസ്മരണകളുമായി മുസ്ലിം സമൂഹം ബലിപെരുന്നാൾ ആഘോഷത്തിലേക്ക്. ബലിപെരുന്നാൾ സമർപ്പണ മനോഭാവത്തിന്റെ ഉത്സവം. വലിയ പെരുന്നാൾ നമസ്കാരത്തിന് എങ്ങും വിപുലമായ ഒരുക്കങ്ങൾ. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായ രണ്ടാം ദിവസവും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. പുലർച്ചെ 3:55-നാണ് പ്രകമ്പനമുണ്ടായത്. ഏതാനും സെക്കൻഡുകൾ നീണ്ടുനിന്ന ഭൂചലനം തീവ്രത രേഖപ്പെടുത്താത്തതാണ്. തൃശൂർ ജില്ലയിലെ കുന്നംകുളം, വടക്കാഞ്ചേരി, എരുമപ്പെട്ടി, ദേശമംഗലം, വേലൂർ മേഖലകളിലും പാലക്കാട് ജില്ലയിലെ തൃത്താല മേഖലയിലുമാണ് പുലർച്ചെ 3:55-ന് പ്രകമ്പനം അനുഭവപ്പെട്ടത്. ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും വിറയലും അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു. അതേസമയം തീവ്രത രേഖപ്പെടുത്താത്ത ചലനമാണ് ഉണ്ടായതെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. ആശങ്കയുടെ പ്രശ്നമില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ഭൂമിയുടെ താഴെ കടുത്തൊരു മർദ്ദമുണ്ടായി രൂപപ്പെട്ടു വരുമ്പോഴാണ് ഈ ചലനങ്ങളിലേക്ക് കടക്കുന്നത്. അതാണ് അതിൻ്റെ ശാസ്ത്രീയ വശം. ശാസ്ത്രീയ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല. അതാണ് അതിൻ്റെ ശാസ്ത്രീയ വശം. അപ്പോൾ ഭൂചലനവുമായി ബന്ധപ്പെട്ട് ജിയോളജിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഒരു ആശയവിനിമയം നടത്തിയപ്പോൾ വലിയ അപകടമില്ലാത്ത വിധത്തിൽ 3-ൽ താഴെ വരുന്ന വിധത്തിൽ ചെറിയ ചെറിയ ചലനങ്ങൾ ഉണ്ടായി പോകുന്നത് വലിയ മർദ്ദം ഒരുമിച്ച് വരാതിരിക്കാൻ ഏറ്റവും ഗുണകരമായിരിക്കും. തൃശൂരിൽ നിന്ന് 18 കിലോമീറ്റർ വടക്കുമാറിയാണ് ഭൂചലനത്തിന്റെ പ്രഭവകേന്ദ്രമെന്നാണ് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജിയുടെ പ്രാഥമിക നിഗമനം. വരും ദിവസങ്ങളിലും തുടർചലനങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് വിലയിരുത്തൽ. ഭൂചലനവുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് തൃശൂർ ജില്ലാ ഭരണകൂടം അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ 8:15-ന് അനുഭവപ്പെട്ട ഭൂചലനം 3.0 തീവ്രത രേഖപ്പെടുത്തിയിരുന്നു. STV ന്യൂസ്, തൃശൂർ, പാലക്കാട്. 2 ദിവസങ്ങളിലായി തുടർച്ചയായി ഭൂചലനം ഉണ്ടാവുന്നതിൽ ആശങ്കയിലാണ് ദേശമംഗലം, തലശ്ശേരി നിവാസികൾ. ദേശമംഗലം, തലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂചലന നിരീക്ഷണ കേന്ദ്രം പ്രവർത്തനക്ഷമമല്ലാതായിട്ട് 19 വർഷം പിന്നിട്ടിട്ടും അധികൃതർ മൗനത്തിലാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ശനിയാഴ്ച രാവിലെ 8:13-നും ഞായറാഴ്ച പുലർച്ചെ 3:56-നുമാണ് ഈ പ്രദേശത്ത് ഭൂചലനമുണ്ടായത്. ഇതിനെ തുടർന്ന് വീടുകളിലുള്ള പാത്രങ്ങൾ വീഴുന്ന ശബ്ദം കേട്ടതായും ദേശമംഗലം IT കോളേജിന് സമീപം താമസിക്കുന്ന ജാഫർ പറഞ്ഞു. പ്രദേശത്ത് കരിങ്കൽ ക്വാറികൾ പ്രവർത്തിക്കുന്നതിനാലാവാം ഇങ്ങനെ സംഭവിക്കുന്നതെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. വർഷങ്ങളായി ദേശമംഗലം, തലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂചലന നിരീക്ഷണ കേന്ദ്രം നോക്കുകുത്തിയായിട്ട് 19 വർഷത്തോളമായി. ഇതുവരെ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ല. ഇത്തരത്തിലൊരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ജനങ്ങളിലുള്ള ആശങ്ക മാറിക്കിട്ടുമായിരുന്നുവെന്ന് ജാഫർ പറയുന്നു. നിരന്തരമായ ഭൂചലനങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് 1998-ൽ തലശ്ശേരിയിൽ ഭൂചലന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത്.
തൃശൂർ നിർമ്മിതി കേന്ദ്ര 5 ലക്ഷം രൂപ ചിലവിട്ടാണ് കെട്ടിടം പണിതത്. തുടർന്ന് സിസ്മോഗ്രാഫ് സ്ഥാപിക്കുകയും താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുകയും ചെയ്തു. എന്നാൽ പാതയോരത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ വാഹനങ്ങൾ പോകുന്ന ചലനങ്ങൾ പോലും സിസ്മോഗ്രാഫിൽ പ്രത്യക്ഷപ്പെട്ടതോടെ ഭൗമശാസ്ത്രജ്ഞരായ CP രാജേന്ദ്രനും കുശല രാജേന്ദ്രനും സ്ഥലം സന്ദർശിച്ച് ഉപകരണങ്ങൾ പീച്ചിയിലേക്ക് മാറ്റുകയായിരുന്നു. 2000-ലായിരുന്നു അത് നടന്നത്. പിന്നീട് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി ഈ കെട്ടിടം മാറി. ഭൂജല നിരീക്ഷണ കേന്ദ്രമൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷെ അതൊന്നും ആക്റ്റീവ് അല്ല. ഇങ്ങനെ ഈ ഭൂമി കുലുങ്ങുന്നൊരു സന്ദർഭത്തിൽ അതൊക്കെ ആക്റ്റീവായിട്ട് അതിൻ്റെ വിവരണം തരണം ശരിക്കും. ഈ കെട്ടിടം നശിച്ചു പോവാതെ പോലീസ് ഔട്ട്പോസ്റ്റോ വില്ലേജ് ഓഫീസോ ആയി മാറ്റാൻ പലതവണ നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് ഭൂജല നിരീക്ഷണ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കെട്ടിടമാണിപ്പോൾ. ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വല്ല വില്ലേജ് ഓഫീസോ അങ്ങനെ എന്തെങ്കിലും പിന്നെ ഒരു പരിപാടിക്ക് ഇത് ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് പല നിവേദനങ്ങളും കൊടുത്തിട്ട് ഇതേവരെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത് പിന്നെ അപ്പോൾ അന്ന് പിന്നെ ഒരു നേരിയ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഈ ഹരിതകർമ്മസേനയുടെ വേസ്റ്റാണ് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ കൊടുത്തിട്ടിട്ട് ഇതിലാകെ ഇപ്പം അടുത്ത വീട്ടുകാരൻ പറയുന്നത്, അടുത്ത വീട്ടുകാരനല്ല, എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അടുത്ത വീട്ടുകാരൻ പറയുന്നത് നായകളെ കൊണ്ടും പന്നികളെ കൊണ്ടും ഭയങ്കര ശല്യമാണ്. അത് കണ്ടാൽ നോക്കിയാൽ തന്നെ അറിയാം. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. VK ശ്രീകണ്ഠൻ MP തൃശൂർ DCCയുടെ താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേറ്റു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ആത്മാർത്ഥമായി നിർവഹിക്കുമെന്ന് VK ശ്രീകണ്ഠൻ പറഞ്ഞു. ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF വിജയിക്കുമെന്നും MP പറഞ്ഞു. തൃശൂർ DCC ഓഫീസിൽ ഇനി പുകയുണ്ടാകില്ലെന്ന് താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. എഴുതിത്തള്ളാൻ കഴിയുന്ന സ്ഥലമല്ല തൃശൂർ. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF വിജയിക്കുമെന്നും VK ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു. പുക ഉണ്ടാകില്ല. നിങ്ങൾ പറയുന്ന പോലെ പരാജയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒരു പുനർചിന്തനത്തിന് വഴിവെച്ചിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു എഴുതി തള്ളാൻ കഴിയുന്ന ഒരു സ്ഥലമല്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായെന്ന് കരുതി എല്ലാം അവസാനിക്കുന്നില്ല. അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാഹന പരിശോധനയ്ക്കിടെ തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SIയെ കാറിടിപ്പിച്ച് പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ SI ശശികുമാറിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിനു ശേഷം ഒളിവിലായിരുന്ന വാഹനമോടിച്ച 19-കാരൻ അലനെ ഞായറാഴ്ച ഉച്ചയോടെ തൃത്താല പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞായറാഴ്ച ഉച്ചയോടെ പട്ടാമ്പിയിൽ നിന്നുമാണ് SI ശശികുമാറിനെ കാറിടിപ്പിച്ച് പരിക്കേൽപ്പിച്ച 19-കാരൻ അലനെ തൃത്താല പോലീസ് കസ്റ്റഡിയിലെടുത്തത്. SIയെ കാറിടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം കടന്നുകളഞ്ഞ അലൻ കാർ വീട്ടിൽ നിർത്തിയിട്ട ശേഷം ഒളിവിൽ പോവുകയായിരുന്നു. ശനിയാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. രാത്രികാലത്തെ പതിവ് പരിശോധനയ്ക്കിടെ പരുതൂർ മംഗലത്ത് സംശയാസ്പദമായി കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടതോടെയാണ് പോലീസ് പരിശോധനയ്ക്കായി എത്തിയത്. പോലീസിനെ കണ്ടതോടെ കാറിന് പുറത്തുണ്ടായിരുന്ന യുവാക്കൾ കാറിൽ കയറി വാഹനം മുന്നോട്ടെടുത്തു. വാഹനം നിർത്താനായി കൈകാണിച്ച SI ശശികുമാറിനെ ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ ശശികുമാറിന്റെ ശരീരത്തിലൂടെ കാറിന്റെ ചക്രം കയറിയിറങ്ങി. കടന്നുകളഞ്ഞ വാഹനത്തിന്റെ നമ്പർ നാട്ടുകാരുടെ സഹായത്തോടെ കണ്ടെത്തി തുടർന്ന് നടന്ന പരിശോധനയിലാണ് ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിൻ്റെതാണ് വാഹനമെന്നും അഭിലാഷിന്റെ മകൻ അലനാണ് വാഹനം ഓടിച്ചതെന്നും കണ്ടെത്തിയത്. അഭിലാഷിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തൃത്താല പോലീസ് നടത്തിയ തുടരന്വേഷണത്തിലാണ് അലനെ പിടികൂടി കസ്റ്റഡിയിലെടുത്തത്. കൃത്യം നടന്ന സമയത്ത് അലനൊപ്പം കാറിലുണ്ടായിരുന്നവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് സ്വദേശി ബിനോയുടെ വീട് സന്ദർശിച്ച് മന്ത്രി K രാജൻ. കുവൈറ്റിലെ 5 ആശുപത്രികളിലായി 15 മലയാളികൾ ചികിത്സയിലാണെന്ന് ബിനോയുടെ കുടുംബാംഗങ്ങളെ കണ്ട ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും സർക്കാർ കൃത്യമായി അന്വേഷിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. ധനസഹായങ്ങൾ വൈകാതെ ആശ്രിതർക്ക് നൽകും. ബിനോയുടെ കുടുംബത്തിന് ലൈഫ് മിഷൻ വഴി വീട് വയ്ക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇവരുടെ പേര് ലൈഫിൻ്റെ ലിസ്റ്റിൽ ഇതിനകം തന്നെ
ചാവക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീടാണ്. പക്ഷേ ഭൂരഹിതരും ഭവനരഹിതരുമായ ആളുകളുടെ ലിസ്റ്റിലാണ് ആദ്യം പെട്ടിരുന്നത്. അവർ പിന്നീട് ഭൂമി മേടിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നടപടികൾ തീരാനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ചെയർപേഴ്സണും MLAയുമായിട്ട് സംസാരിച്ചു. ഈ വരുന്ന 20-ാം തീയതി ചാവക്കാട് മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക യോഗം തന്നെ ചേർന്ന് പ്രത്യേക പരിഗണന നൽകുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവർ എന്നുള്ളതുകൊണ്ട് ഈ അജണ്ട മാത്രം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യൽ യോഗം വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രിക്ക് കുവൈറ്റ് യാത്ര നിഷേധിച്ച സംഭവത്തിൽ ഫെഡറൽ സ്റ്റേറ്റിൽ ഇത്തരം നടപടികൾ ഭൂഷണമാണോ എന്ന് പരിശോധിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ പറളി റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള റോഡിലെ നവീകരണ പ്രവൃത്തി നടത്തിയതിൽ അപാകതയുണ്ടെന്ന് ആക്ഷേപവുമായി പ്രദേശവാസികൾ. അപാകതയ്ക്കെതിരെ പൊതുപ്രവർത്തകരും നാട്ടുകാരും രംഗത്തെത്തി. പ്രതിഷേധം ശക്തമായതോടെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അപാകതകൾ പരിഹരിച്ചു. ഞായറാഴ്ച രാവിലെയാണ് റോഡിന്റെ വശം തകർന്നത് ശരിയാക്കി റീടാറിംഗ് നടത്തുന്ന പ്രവൃത്തികൾക്ക് തുടക്കമായത്. റോഡ് തകർന്ന ഭാഗം ഭാഗികമായാണ് ശരിയാക്കുന്നതെന്നും ആവശ്യത്തിന് ടാർ ഉപയോഗിക്കുന്നില്ലെന്നുമാണ് പരാതി ഉയർന്നത്. ഉടൻ തന്നെ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹംസ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം രമേശ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ സ്ഥലത്തെത്തി കരാറുകാരുമായി സംസാരിച്ച് പൊതുമരാമത്ത് അധികൃതരെ വിളിച്ചു വരുത്തുകയായിരുന്നു. നിലവിലുള്ള റോഡ് സത്യത്തിൽ അവിടെ ഇടിഞ്ഞിരിക്കുകയാണ്. ആ റോഡ് ഇരുന്നിരിക്കുകയാണ്. ആ അതിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും വെറുതെ കാർ വിരിച്ച് മെറ്റലടിച്ച് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ജനങ്ങളിപ്പോൾ അത് തടഞ്ഞു. അങ്ങനെ ഒപ്പിച്ച വർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. PWD-യും അവർ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും അത് അങ്ങനെ സംഭവിക്കില്ല, ഞങ്ങൾ വളരെ വൃത്തിയായിട്ട് ചെയ്യണേ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സമ്മതിച്ചിട്ടുണ്ട്. കുറ്റമറ്റ രീതിയിൽ പ്രവൃത്തി നടത്തണമെന്നും അല്ലാത്തപക്ഷം ജനരോക്ഷം ഉണ്ടാകുമെന്നും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂരിൽ K മുരളീധരനോട് മാപ്പ് ചോദിച്ച് ഫ്ലെക്സ് ബോർഡ്. DCC ഓഫീസിലേക്കുള്ള വഴിയിലാണ് K മുരളീധരനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. തൃശൂരിൽ K മുരളീധരനെ അനുകൂലിച്ചാണ് വീണ്ടും ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. DCC ഓഫീസിലേക്കുള്ള വഴിയിലാണ് ഞായറാഴ്ച രാവിലെ ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. K മുരളീധരനോട് മാപ്പപേക്ഷിച്ചാണ് ഫ്ലക്സ്. വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ചതിയുടെ പത്മവ്യൂഹത്തിൽപ്പെട്ട് യുദ്ധഭൂമിയിൽ പിടഞ്ഞു വീണ മുരളീധരനോട് മാപ്പപേക്ഷിക്കുന്നു. നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളും ഇല്ല എന്നും ഫ്ലക്സിൽ എഴുതി ചേർത്തിട്ടുണ്ട്. തൃശൂരിൽ പുതിയ DCC പ്രസിഡന്റ് ചുമതല ഏൽക്കാനൊരുങ്ങുന്നതിനിടെയാണ് പുതിയ ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ബലിപെരുന്നാൾ ആഘോഷത്തിനായി നാടൊരുങ്ങി. പെരുന്നാൾ നമസ്കാരത്തിനായി പട്ടാമ്പി മേഖലയിലെ വിവിധ പള്ളികളും ഈദ്ഗാഹുകളും ഒരുങ്ങി. അകറ്റി നിർത്തപ്പെടലിന്റെ കാലഘട്ടത്തിൽ പരസ്പരം ചേർത്തുപിടിക്കലാകണം ആഘോഷങ്ങളെന്ന് പട്ടാമ്പി ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് മാനു മുസ്ലിയാർ പറഞ്ഞു. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടി ബലിപെരുന്നാൾ സമാഗതമായിരിക്കുകയാണ്. പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥന നടക്കും. ഇതിനായി പട്ടാമ്പിയിലെയും കൊപ്പം, കൂറ്റനാട് പ്രദേശങ്ങളിലെയും പള്ളികളും ഈദ്ഗാഹുകളും ഒരുങ്ങിക്കഴിഞ്ഞു. പട്ടാമ്പി ടൗൺ ജുമാ മസ്ജിദിൽ രാവിലെ 8:30 നമസ്കാരം നടക്കും. അകന്നു കഴിയുന്ന ഈ കാലഘട്ടത്തിൽ പരസ്പരം ചേർത്തുപിടിക്കലാകണം ആഘോഷങ്ങളെന്ന് പട്ടാമ്പി ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് മാനു മുസ്ലിയാർ പറഞ്ഞു. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുസ്ലിങ്ങളായ ആളുകൾക്ക് 2 സന്തോഷമാണുള്ളത്. ഒന്ന് ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ. മറ്റൊന്ന് ഈദുൽ അദ്ഹ, ബലി പെരുന്നാൾ. ഈ 2 സുദിനങ്ങളാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായ ആളുകൾക്ക് സന്തോഷിക്കാനുള്ള സുദിനങ്ങൾ. അതിൽ വളരെ സുപ്രധാനമായ ഒരു സുദിനമാണ് നാളെ നമ്മൾ ആഘോഷിക്കാൻ പോകുന്ന ബലിപെരുന്നാൾ. അത് നാളെ നമ്മൾ ആഘോഷിക്കാൻ പോകുന്ന ബലിപെരുന്നാൾ. ആ ബലിപെരുന്നാൾ സ്നേഹവും സന്തോഷവും അതിലേറെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ഹാജറ ബീവിയുടെയും ത്യാഗോജ്ജലമായ ജീവിത സ്മരണകളുമാണ് ആ ബലിപെരുന്നാളിൻ്റെ മുഖ്യമായ കാര്യങ്ങളുള്ളത്. പട്ടാമ്പി വലിയ ജുമാ മസ്ജിദിൽ രാവിലെ 8:30 പെരുന്നാൾ നമസ്കാരം നടക്കും. മേലെ പട്ടാമ്പി ജുമാ മസ്ജിദിലും രാവിലെ നമസ്കാരം നടക്കും. പട്ടാമ്പി ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി MES സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ ഈദ്ഗാഹ് നടക്കും. രാവിലെ 7:15 നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഡോക്ടർ P. അബ്ദുസലഫി നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.
എരുമപ്പെട്ടി കടങ്ങോട് നിന്നും 400 ലിറ്റർ വാഷ് പിടികൂടി നശിപ്പിച്ചു. കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിലാണ് വാഷ് പിടികൂടി നശിപ്പിച്ചത്. കടങ്ങോട് ബെസ്റ്റ് ഗ്രാനൈറ്റ്സിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലാണ് 220 ലിറ്റർ കൊള്ളുന്ന വലിയ ഡ്രമ്മിലും 20 ലിറ്റർ വീതം കൊള്ളുന്ന കുടങ്ങളിലുമായി വാഷ് സൂക്ഷിച്ചിരുന്നത്. മേഖലയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 40 ലിറ്ററോളം ചാരായം കുന്നംകുളം എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഷ് കണ്ടെത്തിയത്. സംഭവത്തിൽ കേസെടുത്ത എക്സൈസ് സംഘം പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരീഷ്, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ശിവശങ്കരൻ, AC ജോസഫ്, NR രാജു, സുനിൽ ദാസ്, പ്രിവൻറ്റീവ് ഓഫീസർ സന്തോഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഗണേശൻ പിള്ള, ഇജാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് വാഷ് പിടികൂടി നശിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അക്ഷയ പാലക്കാട് ജില്ലാ ഓഫീസ് സിവിൽ സ്റ്റേഷനിലെ ഫ്രണ്ട് ജനസേവന കേന്ദ്രത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. പുതിയ ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര നിർവഹിച്ചു. ചടങ്ങിൽ ജില്ലാ കോർഡിനേറ്റർ CS മഹദ്, ജില്ലാ ഇൻഫർമാറ്റിക് ഓഫീസർ സുരേഷ് കുമാർ, ഫിനാൻസ് ഓഫീസർ UV പ്രസീദ, IT സെൽ ജില്ലാ കോർഡിനേറ്റർ UK സുരേഷ്, ഫ്രണ്ട്സ് പ്രോജക്ട് മാനേജർ S ജിതേഷ്, അക്ഷയ സംരംഭകർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. നൈനാൻ കോംപ്ലക്സിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസാണ് സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയത്. ജില്ലയിലെ അക്ഷയ കേന്ദ്രങ്ങളുടെ ഏകോപനം ജില്ലാ ഓഫീസാണ് നിർവഹിക്കുക. പൊതുജനങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ സംബന്ധമായ അന്വേഷണങ്ങൾക്കും പരാതികൾക്കും ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചോർന്നൊലിക്കുന്ന വീടിനകത്ത് അന്തിയുറങ്ങുന്ന 4 കുടുംബത്തിന് സഹായഹസ്തവുമായി മങ്കരയിലെ CPI പ്രവർത്തകർ. മങ്കര പഞ്ചായത്തിലെ 4-ാം വാർഡിൽ താമസിക്കുന്ന കൂരാത്ത് മാവുണ്ടിത്തറയിലെ രാധയ്ക്കും കുടുംബത്തിനുമാണ് CPI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അന്തിയുറങ്ങാൻ താൽക്കാലിക സംവിധാനം ഒരുക്കി നൽകിയത്. ഏകദേശം നൂറ്റാണ്ടുകൾക്ക് മുൻപ് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഓടിട്ട പുരയാണിത്. മേൽക്കൂര പൂർണ്ണമായും ചിതലരിച്ച് തകർച്ച ഭീഷണിയിലാണ്. ചുമരെല്ലാം വിണ്ടുകീറി ഏതു സമയവും നിലം പതിക്കാവുന്ന അവസ്ഥയിലുമാണ്. വയോധികയായ അമ്മയും മകൻ ബാബു രതീഷും മരുമകൾ രേഷ്മയും പിഞ്ചു കുഞ്ഞും അടങ്ങുന്ന കുടുംബമാണ് ഇവിടെ അന്തിയുറങ്ങുന്നത്. 2018-19 ലൈഫിൽ ഇവർ വീടിനായി അപേക്ഷിച്ചെങ്കിലും വാസയോഗ്യമാണെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ അപേക്ഷ തള്ളുകയായിരുന്നു. പഞ്ചായത്തിൽ 4 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാലമായിട്ട് കിട്ടിയിട്ടില്ല. റിജക്റ്റായി പോവുകയാണ്. അവർ പറയുന്നത് വാസയോഗ്യമായിട്ടുള്ള വീടാണെന്നാണ് പറയുന്നത്. ചോർച്ച മൂലം അന്തിയുറങ്ങാൻ പ്രയാസപ്പെട്ട കുടുംബത്തിന്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ CPI പ്രവർത്തകർ സഹായഹസ്തവുമായി എത്തുകയായിരുന്നു. മഴക്കാലം കഴിയുന്നതുവരെ പൂർണ്ണമായും മേൽക്കൂരയിൽ പ്ലാസ്റ്റിക് കവർ ഇട്ട് നൽകി. മഴക്കാലം കഴിയുന്നതോടെ വീട് നവീകരിച്ച് നൽകുമെന്ന് CPI പ്രവർത്തകർ ഉറപ്പും നൽകി. നേതാക്കളായ MS വേലായുധൻ, KA ജയപ്രകാശ്, EP രാധാകൃഷ്ണൻ, തങ്കപ്പൻ, ഫാത്തിമ, ശ്രീജ, സന്ധ്യ, സുഭാഷ്, മുഹമ്മദ് റാഫി, MV രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. റോഡ് ഏത് നിമിഷവും വീഴാറായി നിൽക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീടിന് ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലൂടെ ഇവിടെ വന്ന് ഞങ്ങൾ ഈ എന്തെങ്കിലും ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഈ തൽക്കാലം അവർക്ക് നനയാതിരിക്കാൻ ഈ വീട്ടിൽ അന്തിയുറങ്ങാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലൊരു ടാർപ്പായെങ്കിലും തൽക്കാലം ഞങ്ങൾ ഈ കെട്ടിക്കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ശപിക്കപ്പെട്ടൊരു നിമിഷത്തിലെ അശ്രദ്ധയുടെ ഇരയായി പനയൂർ ദുബായ്പടി സ്വദേശി ദാസൻ. വാണിയംകുളത്ത് വെച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് 3 മാസത്തിലേറെയായി ചികിത്സയിൽ കഴിയുന്ന ദാസൻ ഇപ്പോഴും പരസഹായമില്ലാതെ ഒന്നും ചെയ്യാനാകില്ല. ഇടിച്ച കാർ നിർത്താതെ പോയതുകൊണ്ട് ഇൻഷുറൻസ് പരിരക്ഷ പോലും അന്യമായി. ദാസന് ഇനിയും ജീവിക്കണം, പരസഹായമില്ലാതെ. അതിനായി കനിവ് കാണിച്ച് ദാസനെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നുകളഞ്ഞ ആ കാർ ഓടിച്ചിരുന്നയാളുടെ നല്ല മനസ്സുകൂടി വേണം. കൂലിപ്പണിക്കാരനായ പനയൂർ ദുബായ്പടി മരോട്ടിക്കൽ ദാസന് ഫെബ്രുവരി 16 രാത്രി മുതൽ തുടങ്ങിയതാണ് ഈ ദുരിതം. വാണിയംകുളം നഗരത്തിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയതാണ് ദാസൻ. PK ദാസ് ആശുപത്രിയുടെ മുൻഭാഗത്തു നിന്ന് റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ ഒറ്റപ്പാലം ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പിന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് ഓർമ്മ തിരികെ ലഭിച്ചത്. ആദ്യം വാണിയംകുളം PK ദാസ് ആശുപത്രിയിലും തുടർന്ന് താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും പരുക്ക് ഗുരുതരമായതിനാൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വാരിയെല്ലിനും ഒരു കാലിൻ്റെ 2 ഭാഗങ്ങളിൽ എല്ലിനും ക്ഷതമേറ്റു.
വയറിന് ശസ്ത്രക്രിയ വേണ്ടി വന്നു. 2 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ വീട്ടിലാണ്. പരസഹായം കൂടാതെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനാകില്ല. ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളുമുണ്ട്. ഭാര്യ അനിത കൂലിപ്പണിയെടുത്താണ് ഇപ്പോൾ ജീവിതം തള്ളി നീക്കുന്നത്. 2 ലക്ഷത്തോളം രൂപ ഇതുവരെ ചികിത്സയ്ക്കായി ചെലവഴിച്ചു. ഇനിയും ഭാരിച്ച തുക വേണം. കഴിഞ്ഞ ആഴ്ച തുടർ ചികിത്സയ്ക്ക് പോകേണ്ടിയിരുന്നെങ്കിലും പണമില്ലാത്തതിനാൽ പോകാനായില്ല. ചുവപ്പ് കാറാണ് ഇടിച്ചതെന്ന് ദാസൻ ഓർമ്മയുണ്ട്. ഇടിച്ചു തെറിപ്പിച്ച ശേഷം വാഹനം കുറച്ചപ്പുറത്ത് നിർത്തിയതായും ദാസൻ ഓർത്തെടുക്കുന്നു. ഇടിച്ച വാഹനം അറിഞ്ഞാൽ മാത്രമേ ഇൻഷുറൻസ് തുക ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കാറുടമ നല്ല മനസ്സു കാണിച്ച് തൻ്റെ കുടുംബത്തെ രക്ഷിക്കണമെന്നാണ് ദാസന്റെ അഭ്യർത്ഥന. ഇങ്ങനെ വാഹനങ്ങളും വെച്ചിട്ട് ഗ്യാസിന്റെ മുമ്പിൽ വെച്ചിട്ട് വണ്ടി കാർ ഇടിച്ച് ചുവന്ന വണ്ടിയായിരുന്നു. രാത്രി 11 മണിയായിട്ടുണ്ടാവും. ഇടിച്ച് കേൾപ്പിച്ച് അവർ പോയിട്ട് അവർ കുറച്ചപ്പുറത്ത് ഒരു വണ്ടിയൊക്കെ നിർത്തി 4 പേർ ഇറങ്ങി നോക്കിയിട്ടാണ് അവർ പോയത്. പിന്നീടൊരു അന്വേഷണം ഒന്നും കിട്ടിയിട്ടില്ല. നല്ല മനസ്സാക്ഷിയുള്ള ആൾക്കാരാണെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിന്ന് ചിലവിനൊന്നും തരാൻ പറ്റിയെങ്കിൽ തരിക. ഒരാൾ നോക്കാനില്ല, ആരും സഹായിക്കാനില്ല, അച്ഛനില്ല, അമ്മയില്ല. ഒരാളെ സഹായം എപ്പോഴും വേണം. ഒരു 3 ലക്ഷം രൂപ ചിലവായിട്ടുണ്ടാവും. ഒരുപാട് പൈസ ചിലവ് വരുന്ന പറഞ്ഞത്. ദാസന്റെ വീട് പണിയും പാതി വഴിയിലാണ്. ചികിത്സ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാട്ടുകാരുടെ സഹായം ആവശ്യമാണ്. തന്റെ ദുരവസ്ഥ കാണിച്ച് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ് ദാസൻ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പറളി സൗഹൃദവേദി കൂട്ടായ്മ രൂപീകരിച്ചു. പറളി കടവത്ത് ചേർന്ന രൂപീകരണ കൺവെൻഷനിൽ സമൂഹത്തിന്റെ നാനാതുറയിലുള്ള നിരവധി പേർ പങ്കെടുത്തു. സൗഹൃദത്തിനുള്ള പ്രസക്തി ഇവിടെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ നാട്ടുന്നതാണ്. ഇത് ഇവിടെ സൗഹൃദവേദി നേരത്തെ 2 വർഷം മുമ്പുണ്ടായിരുന്നു. വളരെ സജീവമായി പ്രവർത്തിച്ചു വന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. പിൽക്കാലത്ത് റിട്ടയർഡ് SP-യും പാലക്കാട് സൗഹൃദവേദി വൈസ് ചെയർമാനുമായ VK ജയൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സൗഹൃദവേദി മുൻ ജില്ലാ രക്ഷാധികാരി ബഷീർ ഹസൻ അധ്യക്ഷനായി. പാലക്കാട് സൗഹൃദവേദി എക്സിക്യൂട്ടീവ് അംഗവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ M. സുലൈമാൻ മുഖ്യപ്രഭാഷണം നടത്തി. സലീം മുണ്ടൂർ സ്വാഗതവും ഷമീൽ സജ്ജാദ് നന്ദിയും പറഞ്ഞു. യോഗത്തിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ചെയർമാനായി മോഹൻദാസ് പർലിയെയും വൈസ് ചെയർമാനായി രാമചന്ദ്രനെയും സെക്രട്ടറിയായി ഷാഹുൽ ഹമീദ് മുണ്ടൂരിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി അബ്ദുറബ് മാസ്റ്ററെയും ട്രഷററായി C. അബ്ദുറഹ്മാനെയും ജനറൽ കൺവീനറായി സുധീർ സുലൈമാൻ എന്നിവരെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി കരീം പറലി, ഷാജഹാൻ മുണ്ടൂർ, KM സിദ്ദിഖ് മാസ്റ്റർ കോട്ടായി, ഷാഹുൽ ഹമീദ് ഓടന്നൂർ, PV വിജയരാഘവൻ, സലീം മുണ്ടൂർ, നൌഷാദ് പറലി എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അനങ്ങനടി പ്ലാക്കാട്ടുകുളം ഇപ്പോൾ വേറെ ലെവലാണ്. ദിനംപ്രതി കുളത്തിൽ കുളിക്കാനെത്തുന്നവരുടെ എണ്ണം 1000-ലധികം. അനങ്ങനടി പഞ്ചായത്ത് കാര്യാലയത്തിന്റെ പിറകുവശത്താണ് വിസ്തൃതമായ ഈ പൊതുകുളം. വർഷങ്ങളായി പായലും മറ്റും നിറഞ്ഞ കുളം ഉപയോഗശൂന്യമായിരുന്നു. അനങ്ങനടി പഞ്ചായത്ത് പ്രശ്നം അറിയിച്ചതിനെ തുടർന്ന് P. മമ്മിക്കുട്ടി MLA ഇടപെട്ടു. MLAയുടെ ഇടപെടലിനെ തുടർന്ന് കുളം നവീകരിക്കുന്നതിനായി ബജറ്റിൽ 1 കോടി രൂപ അനുവദിച്ചു. ജനുവരിയിൽ ആരംഭിച്ച പ്രവൃത്തിയുടെ 80% പൂർത്തിയായിട്ടുണ്ട്. 1.25 ഏക്കറോളം വരുന്ന കുളത്തിനു ചുറ്റും കരിങ്കൽ കൊണ്ട് നിർമ്മിച്ച സംരക്ഷണ ഭിത്തി, ചുറ്റും ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഗ്രിൽ, കുട്ടികൾക്ക് നീന്തൽ പഠിക്കാൻ കുളത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ പരിശീലന കേന്ദ്രം, കുളത്തിലേക്ക് ഇറങ്ങുന്നതിനാവശ്യമായ കടവ്, കാർഷിക ആവശ്യത്തിന് ജലം തുറന്നുവിടുന്നതിനായി പൈപ്പുകൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. കുളത്തിനു ചുറ്റും കട്ടവിരിക്കലും കോൺക്രീറ്റുമാണ് അവശേഷിക്കുന്ന പ്രവൃത്തി. സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ട് കുളത്തിനു ചുറ്റും ലൈറ്റ് സ്ഥാപിക്കുന്നുണ്ട്. കുളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളവും ഇപ്പോൾ നടപ്പാക്കിയ മാറ്റങ്ങളും സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. കുളത്തിൻ്റെ സൗന്ദര്യം കാണാനും കുളിക്കാനുമായി അനങ്ങനടി പഞ്ചായത്തിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമായി നിരവധി പേരാണ് നിത്യേന എത്തുന്നത്. അതിരാവിലെ മുതൽ ഇരുട്ടാകും വരെ കുളത്തിൽ ആളുകളുണ്ടാകും. നീന്തലറിയാത്ത തലമുറയ്ക്ക് നീന്തൽ പഠിക്കുന്നതിനും ജനങ്ങൾക്ക് കുളിക്കുന്നതിനും കാർഷിക മേഖലയ്ക്കും കുളം ഉപകാരപ്രദമാകുമെന്ന് പ്ലക്കാട്ടുകുളം സന്ദർശിച്ച ശേഷം P. മമ്മിക്കുട്ടി MLA പറഞ്ഞു. കുളം സംരക്ഷിക്കേണ്ടത് നാട്ടുകാരുടെ കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞാനും കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി ചില വീഡിയോയിലൊക്കെ തന്നെ കാണുമ്പോഴാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് എത്രമാത്രം ജനങ്ങൾ ഇതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആരംഭിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമായിരുന്നു. വീഡിയോകൾ ചെയ്ത്
ആളുകളെ ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തും. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ജനപ്രതിനിധികളും മറ്റാളുകളും ആവശ്യപ്പെട്ടതിനനുസരിച്ച് കൊണ്ട് തന്നെയാണ് ഈ കുളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രവൃത്തി, അതുപോലെ തന്നെ അതിന് ജനങ്ങളെ എത്രത്തോളം ഉപയോഗപ്പെടുന്നു എന്തെല്ലാം പരിശോധിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. വന്നപ്പോൾ തന്നെ നമുക്ക് കൺ കുളിർക്കാൻ സത്യങ്ങൾ കാണാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്നെയാണ് ആളുകൾ പരിസര പ്രദേശത്തു നിന്ന്, പഞ്ചായത്ത് മാത്രമല്ല പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ വന്നപ്പോഴും കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ കുട്ടികളെ കയ്യും പിടിച്ച് നീന്തൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. നീന്തൽ എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CP ശശി, CP വനജ, നാട്ടുകാരൻ TP രാമകൃഷ്ണൻ എന്നിവരും MLAക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തേക്കിൻതടിയിൽ പ്രധാനമന്ത്രിയുടെ പൂർണ്ണകായ പ്രതിമ തീർത്ത് രവീന്ദ്രൻ ശില്പശാല. BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സ്ഥാപിക്കാനാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയായ രവീന്ദ്രൻ 6.5 അടി ഉയരവും 6 ഇഞ്ച് കനവുമുള്ള ശില്പമൊരുക്കിയിട്ടുള്ളത്. 50 ദിവസം നീണ്ട പരിശ്രമത്തിലൂടെയാണ് രവീന്ദ്രനും സഹായി സിയാദും ചേർന്ന് നരേന്ദ്രമോദിയുടെ ശില്പം നിർമ്മിച്ചത്. ശ്രീനാരായണപുരം ശംഖു ബസാറിലുള്ള രവീന്ദ്രൻ്റെ വീടിനോട് ചേർന്ന പണിശാലയിലാണ് ശില്പം പൂർത്തിയാക്കിയത്. 3 ലക്ഷത്തോളം രൂപ ശില്പത്തിൻ്റെ നിർമ്മാണത്തിന് ചിലവായതായി രവീന്ദ്രൻ പറഞ്ഞു. ഇത് ഫുള്ള് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. 6.5 അടി ഹൈറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. 6 ഇഞ്ച് കനത്തിലാണ് നമ്മൾ ചെയ്തത്. ഇതിപ്പോൾ ഒരു മാസം 2 ആഴ്ച വന്നതിൻ്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അവിടെ തൃശ്ശൂർ ജില്ലാ കാര്യാലയത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഈ മോദിജി ശില്പം നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് തേക്കിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഞാനും എൻ്റെ സഹായി സിയാദ് എന്ന് പറഞ്ഞ ഒരാളും കൂടിയുണ്ട്. ഞങ്ങൾ 2 പേരും കൂടിയാണ് ഈ ഒരു മാസം തോളമായി ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതാംബ ഉൾപ്പെടെയുള്ള നിരവധി ശില്പങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേയനാവുന്ന രവീന്ദ്രൻ പ്രശസ്ത ശില്പി ഡാവിഞ്ചി സുരേഷിൻ്റെ സഹോദരനാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ വിജയിച്ച നിർമ്മാണ തൊഴിലാളികളുടെ മക്കളെയാണ് അനുമോദിച്ചത്. അനുമോദന സദസ്സ് CITU ജില്ലാ വൈസ് പ്രസിഡന്റ് EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളാണ് ഭാവിയുടെ പ്രതീക്ഷയെന്ന് EN സുരേഷ് ബാബു പറഞ്ഞു. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ട്രഷറർ TK അച്യുതൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ ട്രഷറർ NP വിനയകുമാർ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K പഴനി, KR വിജയൻ, K സുകുമാരൻ, KS രാമകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പുള്ളിയിൽ നടന്ന ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് തല കുടുംബശ്രീ അരങ്ങ് ഓക്സിലറി സർഗോത്സവത്തിന്റെ സമാപന സമ്മേളനവും സമ്മാനദാനവും ഷൊർണൂർ നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളാണ് ഉണ്ടാക്കാൻ സാധിച്ചത്. സ്കൂളുകൾ ലഭ്യമല്ലാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് നമ്മൾ KMIC ഓഡിറ്റോറിയം തയ്യാറായി. പൊതുവിൽ നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം 25 വർഷം പൂർത്തിയാക്കിയതിനു ശേഷം കേരളത്തിലുണ്ടാക്കിയിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ, അത് സ്ത്രീകളുടെ സ്വയംപര്യാപ്തത, അവരുടെ സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള മനോഭാവം, സ്ത്രീകൾക്ക് പൊതുവായിട്ട് ഉയർന്നു വേണ്ട കരുത്ത് എല്ലാം നേടിയെടുക്കാൻ കുടുംബശ്രീ കൂടെയാണ് സാധിച്ചത്. ഇക്കഴിഞ്ഞ മെയ് 22, 23 തീയതികളിൽ കുളപ്പുള്ളി KMIC ഓഡിറ്റോറിയത്തിലാണ് ഷൊർണൂർ നഗരസഭാ കുടുംബശ്രീ CDSന്റെ ആതിഥേയത്വത്തിൽ ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് തല അരങ്ങ് സർഗോത്സവം സംഘടിപ്പിച്ചത്. ശനിയാഴ്ച നടന്ന സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അനങ്ങനടി CDS ആണ് ഓവറോൾ ചാമ്പ്യന്മാർ. ഷൊർണൂർ 2ാം സ്ഥാനവും കാരാക്കുറിശി 3ാം സ്ഥാനവും നേടി. നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജേഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിന്ധു സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG മുകുന്ദൻ, ജിഷ, ഫാത്തിമത്ത് ഫർസാന, നഗരസഭാ സെക്രട്ടറി രാജേഷ്, മെമ്പർ സെക്രട്ടറി ലിഷ ജോർജ്, ഒറ്റപ്പാലം ബ്ലോക്ക് കോർഡിനേറ്റർ പ്രീതി, നഗരസഭാ കൗൺസിലർമാർ, CDS ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുവൈറ്റിൽ മരണപ്പെട്ട പ്രവാസികളുടെ അനുശോചനത്തിന്റെ ഭാഗമായി 50 ഓർമ്മ മരങ്ങൾ നട്ട് പരിസ്ഥിതി പ്രവർത്തകർ.
മങ്കര പഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിലാണ് 50ഓളം ഓർമ്മ മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. മങ്കര പഞ്ചായത്ത് അംഗം MV രമേശ്, കല്ലൂർ ബാലൻ, KK റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി. മരണമടഞ്ഞ അവരുടെ ഓർമ്മയ്ക്കായി കല്ലൂർ ബാലന്റെ നേതൃത്വത്തിൽ മങ്കര ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അവരുടെ ഓർമ്മയ്ക്കായി ഓർമ്മ മരം നടുകയാണ്. അന്തരിച്ചുപോയ അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതോടൊപ്പം അവരുടെ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ആ ഒരു പ്രയാസത്തിനെ മറികടക്കാനുള്ള മനോധൈര്യവും എല്ലാം ഭഗവാൻ കൊടുക്കട്ടെ എന്നുമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മൊത്തത്തിൽ കുവൈത്തിലെ മരണപ്പെട്ട വിവിധ രാജ്യങ്ങളിലായിട്ടുള്ള എല്ലാ പ്രദേശവാസികൾക്കും ഞങ്ങൾ ഈ അവസരത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. മുള്ളൂർക്കര റേഞ്ച് സ്വദേശ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പ്രഥമ സാരഥികളെ തിരഞ്ഞെടുത്തു. മുള്ളൂർക്കര റേഞ്ച് സ്വദേശി സംഗമം CA സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലിന്റെ ആഹ്വാനപ്രകാരം മുഴുവൻ റേഞ്ചുകളിലും സ്വദേശ റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് മുള്ളൂർക്കര റേഞ്ച് സ്വദേശി സംഗമം സംഘടിപ്പിച്ചത്. മറ്റു റേഞ്ചുകളിൽ ജോലി ചെയ്യുകയും മുള്ളൂർക്കര റേഞ്ച് പരിധിയിൽ സ്ഥിരതാമസക്കാരുമായ മദ്രസ അധ്യാപകരുടെ കൂട്ടായ്മയാണ് സ്വദേശി റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. എൻ്റെ ഉസുർ ആദ്യം പറഞ്ഞു, ഉസുർ എന്ന് പറഞ്ഞു. ഉസുർ എന്താ? ഉസുർ ആദ്യം ഉണ്ടാകുക ബുദ്ധിമുട്ട്. ആ ഉസുർ തരണം ചെയ്യുമ്പോൾ ഉസുർ ഉണ്ടാവും. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ എല്ലാവരുടെയും അനുഭവം? അങ്ങനെയല്ലേ? അപ്പം അങ്ങനെയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിങ്ങനെ കൂടുവാനും ഒരുമിക്കുവാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. മുള്ളൂർക്കര നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന സംഗമത്തിൽ മുള്ളൂർക്കര റേഞ്ച് വൈസ് പ്രസിഡന്റ് PM ഷാഹുൽ ഹമീദ് അൽഗാസിമി അധ്യക്ഷനായി. സയ്യിദ് VM അബ്ദുള്ളക്കോയ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സ്വദേശികളായ എരുമപ്പെട്ടി റേഞ്ച് പ്രസിഡന്റ് EM മുഹമ്മദ് ഷരീഫ് ഫൈസി, ജനറൽ സെക്രട്ടറി MV മുഹമ്മദ് മുസ്തഫ ദാരിമി, ചേലക്കര റേഞ്ച് ജനറൽ സെക്രട്ടറി PS ഗമറുദ്ദീൻ മൗലവി, SKSF വടക്കാഞ്ചേരി മേഖല വർക്കിംഗ് സെക്രട്ടറി PY മുഹമ്മദ് അഷ്റഫ് യമാനി തുടങ്ങിയവർ സംസാരിച്ചു. മുള്ളൂർക്കര റേഞ്ച് സ്വദേശ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ കമ്മിറ്റി രൂപീകരിക്കുകയും യോഗത്തിൽ പ്രഥമ സാരഥികളായി സയ്യിദ് VM അബ്ദുള്ളക്കോയ തങ്ങൾ അഷ്റഫിയെ ചെയർമാനായും EM മുഹമ്മദ് ഷരീഫ് ഫൈസി, MM സിദ്ദിഖ് മുസ്ലിയാർ എന്നിവരെ വൈസ് ചെയർമാൻമാരായും KA ഹംസക്കുട്ടി മൗലവിയെ ജനറൽ കൺവീനറായും MV മുഹമ്മദ് മുസ്തഫ ദാരിമി, PS ഗമറുദ്ദീൻ മൗലവി എന്നിവരെ ജോയിന്റ് കൺവീനർമാരായും PY സുലൈമാൻ അഷ്റഫിയെ ട്രഷററായും യോഗം തിരഞ്ഞെടുത്തു. മുള്ളൂർക്കര റേഞ്ച് ജനറൽ സെക്രട്ടറി BAM അജ്മൽ ബാഗവി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സ്വദേശ റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ജനറൽ കൺവീനർ KA ഹംസക്കുട്ടി മൗലവി നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ഒറ്റപ്പാലം പനമണ്ണ സൗത്ത് CPM DYFI SFI കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. സൗത്ത് പനമണ്ണ വട്ടനാൽ NVAUP സ്കൂളിൽ നടന്ന വിജയോത്സവം K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രാധാന്യമുള്ള നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള ഒന്നാണ് ഇന്നിവിടെ നടത്തുന്ന ഈ ചടങ്ങ്. പ്രധാനമായും ഇതിൽ പങ്കെടുക്കുന്നവരിൽ കൂടുതൽ പേർ സമ്മാനം വാങ്ങാൻ എത്തിയിട്ടുള്ളത് SSLC +2 പരീക്ഷകളിൽ ഉന്നത പഠനത്തിന് അർഹത നേടിയവരാണ്, ഉന്നത വിജയം നേടിയവരാണ്. നമ്മുടെ മണ്ഡലത്തിൽ തന്നെ +2-ന് 1200-ൽ 1200 മാർക്ക് വാങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണുള്ളത്. ആ കുട്ടി ഈ പ്രദേശത്തുകാരിയായിട്ടുള്ള ഇന്നത്തെ ഈ സ്വീകരണത്തിൽ പങ്കെടുക്കുന്ന കുമാരി ദേവികയാണ്. 2023-2024 അധ്യയന വർഷം SSLC +2 പരീക്ഷയിൽ വിജയം നേടിയ സൗത്ത് പനമണ്ണ 32, 33, 34 വാർഡ് പരിധിയിലെ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. തിരുവോർത്തുപാറ അംഗൻവാടിയിൽ നിന്ന് 36 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച N ചന്ദ്രിക ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡോക്ടറേറ്റ് നേടിയ രശ്മി ചന്ദ്രനെ ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട C അബ്ദുൽ ഖാദറിന് സ്വീകരണവും ഒരുക്കി. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു. P ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. C അബ്ദുൽ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി. KV സന്തോഷ് CITU, K അബ്ദുൽ നാസർ, T ലത, PC സോമൻ, N ഷിബു, TR ജയാനന്ദൻ എന്നിവർ പ്രസംഗിച്ചു. ചന്ദ്രിക ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
BJP മുതലമട വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും പഠനോപകരണ വിതരണവും നടന്നു. പരിപാടി മുതലമട പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ രാജ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ കാമ്പർത്തിയുള്ള സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ്സിൽ സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. സ്കൂളിലെ തന്നെ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ചടങ്ങിൽ BJP ജില്ലാ സെക്രട്ടറി മുൻ പഞ്ചായത്ത് മെമ്പറുമായ M. സുരേന്ദ്രൻ അധ്യക്ഷനായി. റിട്ടയർഡ് ഹെഡ് മിസിസ് രാധാമണി ടീച്ചർ, R. രാജേഷ്, N. ദിനേശ്, ഗൗതം ചോറക്കോട്, ജോയ്, കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര പഞ്ചായത്ത് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും പഠനോപകരണ വിതരണവും നടന്നു. പരിപാടി സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി ഉദ്ഘാടനം ചെയ്തു. വരുമ്പോൾ ഒരു ഡിവൈൻ ആംബിയൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. ഈശ്വരീയമായിട്ടുള്ളൊരു ഒരു അന്തരീക്ഷം ഇവിടെ തളർന്നു നിൽക്കുന്നുണ്ട്. ഇത് വളരെ അപൂർവമായിട്ടുള്ള ചില സ്ഥലങ്ങളിലാണ് നമുക്ക് കിട്ടാറുള്ളൂ. ഈ കഴിഞ്ഞ മെയ് 2-ാം തീയതി പന്മന ചട്ടമ്പി സ്വാമികളുടെ ആശ്രമത്തിൽ ഒരു സംഗീത പരിപാടിക്ക് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ പറ്റില്ല പറഞ്ഞു, കാരണം അത്ര ദൂരം യാത്ര ചെയ്യണ്ടേ, അവിടുത്തെ ആരെയും അറിയൂല. പിന്നെ അവരുടെ വല്ലാണ്ട് നിർബന്ധമായി, ഇവിടെ നിന്ന് വന്ന് പോകണം സാർ, ഇവിടെ നിന്ന് വന്നിട്ട് 10 മിനിറ്റ് പാടിയാലും മതി പറഞ്ഞു. അവിടെ എത്തിയപ്പോൾ വാസ്തവത്തിൽ ഇതേപോലെ തന്നെ ഒരു ഡിവൈൻ ആംബിയൻസ് അവിടെ കിട്ടി. ആദരം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ SSLC +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. ചടങ്ങിൽ ബാലഗോകുലം സംസ്ഥാന സമിതി അംഗം V. ശ്രീകുമാരൻ മാസ്റ്റർ അധ്യക്ഷനായി. പത്മശ്രീ രാമചന്ദ്ര പുലവർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മണ്ണൂർ രാജകുമാരനുണ്ണിയെയും രാമചന്ദ്ര പുലവരെയും ബാലഗോകുലം സംഘാടക കമ്മിറ്റി ഉപഹാരം നൽകി ആദരിച്ചു. സാന്ത്വന സാഹിത്യരചനയിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ ഉണ്ണി വിശ്വനാഥിനെയും ആദരിച്ചു. മണ്ണൂർ രാജകുമാരനുണ്ണി, പത്മശ്രീ രാമചന്ദ്ര പുലവർ എന്നിവർ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം നൽകി. നടൻ മുരളി മങ്കര, എഴുത്തുകാരൻ രമേശ് മങ്കര, പ്രേമ ടീച്ചർ, BJP പഞ്ചായത്ത് സെക്രട്ടറി രൂപേഷ് അതിർക്കാട്, ബാലഗോകുലം താലൂക്ക് അധ്യക്ഷൻ കിഷോർ സ്വാമി മങ്കര, ബാലഗോകുലം താലൂക്ക് ഉപാധ്യക്ഷൻ ഉണ്ണി വിശ്വനാഥ്, KK വിശ്വനാഥൻ മാങ്കുറിശി, VS ഭഗത്, ജില്ലാ കാര്യദർശി TS സുനിൽ, CS സജീവ് എന്നിവർ സംസാരിച്ചു. ശ്വേത K. മേനോൻ പ്രാർത്ഥന ചൊല്ലി. ഉന്നത വിജയം കരസ്ഥമാക്കിയ 23 വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. 15 കുട്ടികൾക്ക് പഠനോപകരണവും സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പേരൂർ ചീനിക്കോട് വടക്കേക്കാട് പ്രിയദർശിനി ട്യൂഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചടങ്ങിൽ പഠനോപകരണ വിതരണവും നടന്നു. പരിപാടി DCC സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് ഉദ്ഘാടനം ചെയ്തു. പ്രിയദർശിനി ട്യൂഷൻ സെന്ററിന്റെ പേരിൽ ഈ പ്രദേശത്തെ നിരവധി കുടുംബങ്ങളിലെ ഒട്ടനവധി പാവപ്പെട്ട വിദ്യാർത്ഥിനികൾ ഈ സെന്ററിന്റെ പേരിലൂടെ ഏറെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുത്തത്. എത്രമാത്രം പരിമിതികൾ ഉണ്ടെങ്കിലും സമൂഹത്തിൽ പാവപ്പെട്ടവരെ സേവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവനവന്റെ മനസ്സിലുണ്ടെങ്കിൽ സ്വന്തം ജീവിതത്തിലെ പ്രയാസങ്ങൾക്കിടയിലും ശ്രീമതി പാഞ്ചാലി വളരെയേറെ മാതൃകാപരമായ രീതിയിലാണ് ഈ പ്രദേശത്തുള്ള പാവപ്പെട്ട കുട്ടികളുടെ പഠനത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു. ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ ഉപാധ്യക്ഷ PP പാഞ്ചാലി അധ്യക്ഷയായി. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. DCC സെക്രട്ടറി ശ്രീവത്സൻ മുഖ്യപ്രഭാഷണം നടത്തി. മൊബൈൽ ഫോൺ ഉപയോഗവും ദൂഷ്യവശങ്ങളും എന്ന വിഷയത്തിൽ ഒറ്റപ്പാലം ജനമൈത്രി പോലീസ് ഓഫീസർ ബിനു രാമചന്ദ്രൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. UP രവി സംസാരിച്ചു. ട്യൂഷൻ ക്ലാസ്സിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ചിലവഴിക്കുന്നത്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷിച്ചു. നിരവധി വിശ്വാസികൾ തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുത്തു. ഷൊർണൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. ഇടവക വികാരി ഫാദർ ജപമാല ലോറൻസ് തിരുനാൾ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയും നൊവേനയും തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും നടന്നു. തിരുക്കർമ്മങ്ങൾക്ക് ശേഷം സെന്റ് ആന്റണീസ് കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നേർച്ച ഭക്ഷണവും വിതരണം ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
കിള്ളിമംഗലം വിശുദ്ധ അന്തോണീസ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള ഘോഷയാത്രയും നടന്നു. ഇടവക വികാരി ടോം വേലൂക്കാരന്റെ നേതൃത്വത്തിൽ തിരുനാൾ തിരുക്കർമ്മങ്ങൾ നടന്നു. വിശുദ്ധ കുർബാനയും നൊവേനയും തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പ്രദക്ഷിണവും ഉണ്ടായി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സെന്റ് ആന്റണീസ് കപ്പേളയിലേക്ക് നടന്ന ഘോഷയാത്രയിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നേർച്ചയൂട്ടും നടന്നു. ചടങ്ങിൽ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KV സതീശൻ, KV പ്രകാശൻ, പള്ളി ജനറൽ കൺവീനർ ആന്റണി തെക്കേക്കര, വികാരി ഫാദർ അൻസൻ നീലങ്കാവിൽ, കൈക്കാരന്മാരായ ആന്റണി പൂത്തിരി, ഷിജിൻ ചിറമ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായി രണ്ടാം ദിവസവും നേരിയ ഭൂചലനം. ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനമുണ്ടായത് പുലർച്ചെ 3:55. ഏതാനും സെക്കൻഡുകൾ നീണ്ടുനിന്ന ചലനം തീവ്രത രേഖപ്പെടുത്താത്തത്. പ്രഭവ കേന്ദ്രം തൃശൂരിൽ നിന്ന് 18 കിലോമീറ്റർ വടക്കുമാറിയെന്ന് പ്രാഥമിക നിഗമനം. ആശങ്ക വേണ്ടെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ താൽക്കാലിക പ്രസിഡന്റായി VK ശ്രീകണ്ഠൻ MP ചുമതലയേറ്റു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ആത്മാർത്ഥമായി നിർവഹിക്കുമെന്ന് ശ്രീകണ്ഠൻ. ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF വിജയിക്കും. തൃശൂരിലെ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും VK ശ്രീകണ്ഠൻ MP. പരുതൂരിൽ വാഹന പരിശോധനയ്ക്കിടെ തൃത്താല ഗ്രേഡ് SIയെ ഇടിച്ചു തെറിപ്പിച്ച് കാർ ഓടിച്ചിരുന്ന 19-കാരൻ പോലീസ് കസ്റ്റഡിയിൽ. ഒളിവിലായിരുന്ന പ്രതിയെ തൃത്താല പോലീസ് പിടികൂടിയത് ഞായറാഴ്ച ഉച്ചയോടെ. ഗുരുതര പരിക്കുകളോടെ തൃത്താല SI ശശികുമാർ കുന്നംകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച ചാവക്കാട് സ്വദേശി ബിനോയുടെ വീട് മന്ത്രി K. രാജൻ സന്ദർശിച്ചു. കുവൈറ്റിലെ 5 ആശുപത്രികളിലായി 15 മലയാളികൾ ചികിത്സയിലുണ്ടെന്ന് മന്ത്രി. എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ കൃത്യമായി അന്വേഷിക്കുന്നുണ്ടെന്നും മന്ത്രി K. രാജൻ. പാലക്കാട് കുളപ്പള്ളി പാതയിൽ പറളി റെയിൽവേ മേൽപ്പാലത്തിനു സമീപം റോഡിലെ നവീകരണ പ്രവൃത്തിയിൽ അപാകതയെന്ന് ആക്ഷേപം. പ്രവൃത്തിയിലെ പാളിച്ചയ്ക്കെതിരെ പ്രതിഷേധവുമായി പൊതുപ്രവർത്തകരും നാട്ടുകാരും. പ്രതിഷേധം ശക്തമായതോടെ അപാകതകൾ പരിഹരിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ ഇടപെടൽ. ജലസമൃദ്ധിയിൽ അനങ്ങനടിയിലെ പ്ലാക്കാട്ടുകുളം. നവീകരണം അവസാന ഘട്ടത്തിലായ പൊതുകുളം കാണാനും കുളിക്കാനുമായി നിത്യേന എത്തുന്നത് 1000-ഓളം പേർ. 1.25 ഏക്കർ വിസ്തൃതിയുള്ള കുളം നവീകരിച്ചത് സംസ്ഥാന സർക്കാർ അനുവദിച്ച 1 കോടി രൂപ ചിലവിൽ. P. മമ്മിക്കുട്ടി MLA കുളം സന്ദർശിച്ച് പ്രവൃത്തി വിലയിരുത്തി. കുളത്തിന്റെ തുടർന്നുള്ള സംരക്ഷണം നാട്ടുകാരുടെ കടമയെന്ന് MLA. ത്യാഗസ്മരണകളുമായി മുസ്ലിം സമൂഹം ബലിപെരുന്നാൾ ആഘോഷത്തിലേക്ക്. ബലിപെരുന്നാൾ സമർപ്പണ മനോഭാവത്തിന്റെ ഉത്സവം. വലിയ പെരുന്നാൾ നമസ്കാരത്തിന് എങ്ങും വിപുലമായ ഒരുക്കങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.